ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ ആന്ത്രപ്പോളജി മൊഡ്യൂൾ 3-ലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൻ്റെ ഡിസ്കഷനാണ്. പ്രീവിയസിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ ചെയ്യണത്. അവ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്കസ് എബൌട്ട് ഡിനോട്ടിഫൈഡ് ട്രൈബ് അല്ലേ. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 മാർക്കിനും വരാം ഇത്. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അധികം 5 മാർക്കിന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 മുതൽ 1947 വരെ നിലനിന്നിരുന്ന ക്രൈമൽ ട്രൈബൽ ആക്ടിന് കീഴിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ ഗോത്ര സമുദായങ്ങളും എന്താണ് ഡിനോട്ടിഫൈഡ് ട്രൈബ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 മുതൽ 1947 വരെ നിലനിന്നിരുന്ന ക്രിമിനൽ ട്രൈബ് ആക്ടിന് കീഴിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ ഗോത്ര സമുദായങ്ങളെയും ഡിനോട്ടിഫൈഡ് ട്രൈബ് എന്നാണ് വിളിക്കുക അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ദുർബലരും താഴ്ന്ന വിഭാഗക്കാരുമായിട്ടുള്ള കമ്മ്യൂണിറ്റിക്കാരാണ് ഈ ഡിനോട്ടിഫൈഡ് ട്രൈബ് എന്ന് പറയുന്നത്. അതുപോലെ നോട്ടിഫൈഡ് ചെയ്തതായിട്ട് പട്ടികപ്പെടുത്തിയ ഈ കമ്മ്യൂണിറ്റികളിൽ അധികവും നാടോടികളാണ് ഇതിൽ അധികമായിട്ടും ഉള്ളത്. അതുപോലെ എല്ലായ്പ്പോഴും ഒരിടത്ത് താമസിക്കാതെ മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന ഈ വിഭാഗത്തെ നാടോടികൾ അല്ലെങ്കിൽ അർദ്ധ നാടോടികൾ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു സ്ഥലത്ത് നിൽക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്, നാടോടികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ചരിത്രപരമായിട്ട് നാടോടികളായിട്ടുള്ള ഈ വിഭാഗക്കാർക്ക് സ്വകാര്യമായിട്ടുള്ള ഭൂമിയിലോ അല്ലെങ്കിൽ വീടിന്റെ ഉടമസ്ഥയിലോ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല ഈ ഡിനോട്ടിഫൈഡ് ട്രൈബ്സിന്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം രൂപീകരിച്ചിട്ടുള്ള പല കമ്മീഷനുകളും ഈ സമുദായക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ 1953 രൂപീകരിച്ചിട്ടുള്ള കാക്ക കലേക്കർ കമ്മീഷന്, അതേപോലെ 1980 രൂപീകരിച്ചിട്ടുള്ള മണ്ഡൽ കമ്മീഷന്, അതേപോലെ 1949 അനന്തശയനം അയ്യങ്കാളി കമ്മിറ്റി, ഇതൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പരാമർശിച്ചിട്ടുള്ള കമ്മിറ്റികളും കമ്മീഷനുകളും ഒക്കെയാണ് ഇതൊക്കെ. അതേപോലെ ഈ വിഭാഗക്കാർ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്? ഒന്നാമതായിട്ട് നേരിടുന്നത് തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അതുപോലെ രണ്ടാമത്തത് പ്രാദേശിക ഭരണകൂടത്തിന്റെ മോശം പെരുമാറ്റം. പ്രാദേശിക ഭരണകൂടത്തിന്റെ മോശം പെരുമാറ്റം. മൂന്നാമത്തത് സാമൂഹ്യ സുരക്ഷയുടെ അഭാവം. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് സാമൂഹ്യ സുരക്ഷയുടെ അഭാവം. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും ഈ വിഭാഗക്കാർ കൂടുതലായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ ഈ സമുദായങ്ങൾക്ക് ജാതി വർഗീകരണം നിലനിൽക്കുന്നില്ല അല്ലെ. ഈ വിഭാഗക്കാർക്ക് പ്രത്യേക മതമോ അല്ലെങ്കിൽ ദൈവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ പ്രത്യേക തരമായിട്ട് തന്നെ ഉണ്ട് ഇവർക്കുള്ളത്. അതുപോലെ ചില സംസ്ഥാനങ്ങളിൽ SC വിഭാഗത്തിന്റെ കീഴിൽ ഈ വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ട് ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ SC വിഭാഗത്തിന്റെ കീഴിലൊന്നും ഈ വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ എന്നിരുന്നാലും ഗവൺമെന്റിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം സർക്കാർ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളിൽ നിന്നൊക്കെ ഇവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ദുരിതപൂർണമായിട്ടുള്ള വിഭാഗമായിട്ടാണ് ഈ ഒരു ഡിനോട്ടിഫൈഡ് ട്രൈബിന് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിനോട്ടിഫൈഡ് സമൂഹങ്ങളിലെ സംസ്കാരം, രാഷ്ട്രീയം, സാമൂഹ്യ ജീവിത രീതി, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഡിനോട്ടിഫൈഡ് ട്രൈബിൽ ഉണ്ടാവുക അല്ലെ. ഡിനോട്ടിഫൈഡ് സമൂഹങ്ങളിലെ സംസ്കാരം, രാഷ്ട്രീയം, സാമൂഹ്യ ജീവിത രീതി, ആചാരങ്ങൾ, പാരമ്പര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ സമുദായങ്ങളുടെ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും ഒക്കെ ദീർഘകാലത്തെ തന്നെ ചരിത്രമുണ്ട്. അപ്പോൾ ഇതാണ് ഡിനോട്ടിഫൈഡ് ട്രൈബിനെ കുറിച്ച് പറയാനുള്ളത്. 5 മാർക്കിന് വന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. ഇവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനുകൾ ഒന്നുകൂടെ പറയാം. 1953 രൂപീകരിച്ച കാക്ക കലേക്കർ കമ്മീഷന്, 1980 രൂപീകരിച്ചിട്ടുള്ള മണ്ഡൽ കമ്മീഷന്, 1949 അനന്തശയനം അയ്യങ്കാളി കമ്മിറ്റി. ഈ മൂന്ന് കമ്മീഷനുകളാണ് ഈ സമുദായക്കാരുടെ പ്രശ്നങ്ങൾ പരാമർശിച്ചിട്ടുള്ള കമ്മീഷനുകളാണ് അത്. അപ്പോൾ ഡിനോട്ടിഫൈഡ് ട്രൈബ് എന്ന് 5 മാർക്കിന് വന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലൂസ്ട്രേറ്റ് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂം അല്ലെ. ഇത് പ്രീവിയസിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേപോലെ തന്നെയാണ് പ്രീവിയസിലും 5 മാർക്കിന് ഇതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ എന്താണ് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂം നമുക്ക് നോക്കാം. അതിൽ പറയണത് ഗോത്രവും ജാതിയും എന്ന് പറയുന്നത് ധാരാളം വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അതായത് ഗോത്ര സമുദായം എന്ന് പറഞ്ഞാൽ അത് സമത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമൂഹമാണ് ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ
ജാതി എങ്ങനെയായിരിക്കും? വിവേചനങ്ങളും അതുപോലെ തന്നെ അസമത്വത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവിധാനമായിരിക്കും ജാതി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു ഗോത്രം എന്ന് പറയുന്നത് ജാതി ഗ്രൂപ്പിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഈ ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഗോത്രം എന്ത് ചെയ്യുക, ജാതി ഗ്രൂപ്പിലേക്ക് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂം എന്ന് പറയണത്. അതുപോലെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഗോത്രങ്ങളെ മറ്റു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ ഗോത്രവർഗത്തെ അവരെന്താണ്, ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലെ. ഗോത്രവർഗത്തെ ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കണ്ടത്. അതുപോലെ പ്രശസ്ത ചിന്തകനായിട്ടുള്ള GS ഗുരെ ഹിന്ദു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ചുരുക്കം വ്യത്യാസമുള്ള പിന്നോക്ക ഹിന്ദുക്കളാണ് ഗോത്രവർഗം എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? GS ഗുരെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹിന്ദു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ചുരുക്കം കുറച്ച് വ്യത്യാസങ്ങളുള്ള പിന്നോക്ക ഹിന്ദുക്കളാണ് ഈ ഗോത്ര വിഭാഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആൻഡ്രേ ബെറ്റേലി പറഞ്ഞത് ഗോത്രങ്ങളും ജാതികളും തമ്മിൽ പൊതുവായിട്ട് നിരീക്ഷിക്കപ്പെടുന്ന ചില വ്യത്യാസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ആര് പറയണത്? ആൻഡ്രേ ബെറ്റേലി പറയണത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പറയണത്? ഒന്ന് ഒറ്റപ്പെട്ട വിഭാഗമായിരിക്കും. അതുപോലെ രണ്ടാമത് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കും. മൂന്നാമത്തത് ഹിന്ദു മതവുമായിട്ട് ബന്ധമില്ലാത്ത ചില ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്തുടരുന്നുണ്ടാവും. നാലാമത് പറയുന്നത് ഗോത്രങ്ങളും ജാതികളും സമാനതകളോട് കൂടിയിട്ട് നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ നിലവിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻഡോഗമി മാരേജിനെ പോലെയുള്ള ആചാരങ്ങൾ എവിടെ നിലനിൽക്കുന്നുണ്ട്? ഗോത്രങ്ങളും ജാതികളും സമാനതകളോട് കൂടിയിട്ട് നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രേ ബെറ്റേലി പറയുന്നത് ഗോത്രങ്ങളും ജാതികളും തമ്മിൽ പൊതുവായിട്ട് നിരീക്ഷിക്കപ്പെടുന്ന ചില വ്യത്യാസങ്ങൾ അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്ത്യൻ ഗോത്രങ്ങൾക്ക് പ്രാദേശിക പ്രാധാന്യം നഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്താവും? ഇന്ത്യൻ ജാതിയുടെ രൂപമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? അത് മാറാറുണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗോത്രം എന്ന് പറയുന്നത് പ്രാദേശികവും അതുപോലെ ജാതി എന്ന് പറയുന്നത് സാമൂഹികമാണ്. അപ്പോൾ ഗോത്രം എന്ന് പറയുന്നത് പ്രാദേശികമായിരിക്കും, ജാതി എന്ന് പറയുന്നത് സാമൂഹികവുമായിരിക്കും. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയിൽ എന്താണ്? വ്യക്തികൾ അവരുടേതായിട്ടുള്ള തൊഴിലുകളാണ് പിന്തുടരല്ലേ. ജാതി വ്യവസ്ഥയിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള തൊഴിലുകൾ ഉണ്ടാവും. എന്നാൽ ഗോത്ര വിഭാഗങ്ങൾക്ക് തൊഴിലുമായിട്ട് എന്തുണ്ടാവില്ല? സ്ഥിരം ബന്ധം നിലനിർത്താൻ സാധിക്കൂല ഗോത്ര വിഭാഗത്തിൽ. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗോത്രത്തെ ജാതിപരമായിട്ട് ലയിപ്പിക്കാറുണ്ട് അല്ലെ. രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഗോത്രത്തെ എന്ത് ചെയ്യാറുണ്ട്? ജാതിപരമായിട്ട് ലയിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ സമകാലിക ഇന്ത്യയിൽ ജാതിയും ഗോത്രവും എന്താണ്? മറ്റൊരു വ്യത്യസ്തതയിലേക്ക് ലയിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. പ്രോസസ് ഓഫ് ട്രൈബൽ കാസ്റ്റ് കണ്ടിന്യൂ അല്ലെ. എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ്? അതിൽ പറയണത് ഒരു ഗോത്ര വിഭാഗത്തെ ജാതി ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രൈബൽ കാസ്റ്റ് കണ്ടിന്യൂ അല്ലെ, ട്രൈബൽ കാസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയണം, അല്ലെങ്കിൽ ജാതി തുടർച്ച എന്ന് പറയണത്. അതുപോലെ തന്നെ ജാതിയും ഗോത്രവും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടല് സാമൂഹ്യ സാംസ്കാരിക സവിശേഷതകളെ പരസ്പരം പൊരുത്തപ്പെടുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? ജാതിയും ഗോത്രവും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടല് സാമൂഹിക സാംസ്കാരിക സവിശേഷതകളെ പരസ്പരം പൊരുത്തപ്പെടുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ഇന്ന് ഗോത്രവും ജാതിയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ വ്യക്തമായിട്ടുള്ള രേഖ നിർണ്ണയിക്കാൻ എന്ത് ചെയ്യൂല? സാധിക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ പറയണത് ഗോത്രവും ജാതിയും തമ്മിലുള്ള നിരവധി വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും എന്താണ്? ഒരു ജാതിയുടെ കുലവും പേരും സ്വീകരിച്ചിട്ടുള്ള ഒരു ഗോത്രത്തിന് എന്ത് ചെയ്യുക? ഹിന്ദു സമൂഹത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഇതൊക്കെയാണ് അതിന്റെ പ്രോസസ്സായിട്ട് പറയുന്നത്. അതുപോലെ പിന്നെ പറയുന്നത് ഇന്ത്യയിലെ ഗോത്രങ്ങൾ എന്താണ്? അവരുടെ ചുറ്റുമുള്ള സമുദായങ്ങളുടെ പാരമ്പര്യങ്ങളെ സ്വാധീനിച്ചിട്ടാണ് ഉണ്ടാവുക അല്ലെ. ഇന്ത്യയിലെ ഗോത്രങ്ങൾ അവരുടെ ചുറ്റുമുള്ള സമുദായങ്ങളുടെ പാരമ്പര്യങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ എല്ലാ പ്രദേശങ്ങളിലെയും പ്രധാന അയൽ സമൂഹം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹിന്ദുക്കളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഹിന്ദുസവും അതുപോലെ തന്നെ എന്താ പറയുക ഗോത്രങ്ങളും തമ്മിൽ എന്താണ് അനേകം ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പരസ്പര പങ്കാളിത്തത്തിന്റെ രീതിയും സമ്പർക്കത്തിന്റെ എന്താ പറയുക സ്വഭാവവും ജാതി വ്യവസ്ഥയെ സ്വീകരിക്കാനൊക്കെ ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഗോത്രങ്ങൾ അവരുടെ ചുറ്റുമുള്ള സമുദായങ്ങളുടെ പാരമ്പര്യങ്ങളെയാണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക. അതുപോലെ എല്ലാ പ്രദേശങ്ങളിലെയും പ്രധാന അയൽ സമൂഹം എന്ന് പറയുന്നത് ഹിന്ദുക്കളായിരിക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഹിന്ദുസും അതുപോലെ തന്നെ ഗോത്രങ്ങളും തമ്മിൽ എന്താണ് അനേകം എന്താ പറയുക ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പരസ്പര പങ്കാളിത്തത്തിന്റെ രീതിയും സമ്പർക്കത്തിന്റെ സ്വഭാവവും ജാതി വ്യവസ്ഥയെ സ്വീകരിക്കാനൊക്കെ ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മധ്യ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ ജാതി വ്യവസ്ഥയിലെ വിവിധ ജാതികളുമായിട്ട് ഒത്തുചേർന്നിരിക്കുന്നു എന്നാണ് സമീപകാല പഠനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? തെളിയിച്ചിട്ടുള്ളത് അല്ലെ. മധ്യകാല ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജാതി വ്യവസ്ഥയിലെ വിവിധ ജാതികളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തുചേർന്നിട്ടുണ്ട് അല്ലെ. അത് സമീപകാല പഠനങ്ങൾ
പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇതാണ് എന്താ പറയുക ട്രൈബ് കാസ്റ്റ് കോണ്ടിനം എന്ന് പറയുന്നത്. 5 മാർക്കിന് വന്നാൽ ഇത്രയെങ്കിലുമൊക്കെ അതിൽ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് ട്രൈബൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ. അല്ലെ, ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിലോ മേജർ ട്രൈബൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കാം. പ്രീവിയസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, അതിന്റെ മുന്നേ ആദ്യം ഈ ഗോത്രത്തിനെ കുറിച്ചിട്ടൊന്ന് ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ എഴുതണം. അല്ലെ, ഇന്ത്യയിൽ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ആര്, ഈ ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. അല്ലെ, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ എന്താണ് വളരെ പിന്നോക്കമായിരിക്കും ഈ ഗോത്രവർഗ്ഗക്കാർ. അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എന്തല്ല ഗോത്രവർഗ്ഗക്കാരുടെ അവസ്ഥ ഒരുപോലെയല്ല. അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്, എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാത്തവരുണ്ട്. അല്ലെ, മധ്യ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരാണ് എന്ത് ചെയ്യുന്നത്, ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നത്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഗോത്രവർഗ്ഗക്കാർ രാഷ്ട്രീയമായിട്ടൊക്കെ സംഘടിച്ചതിനാൽ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തന്നെ പറയുന്നത് പോവർട്ടി പറഞ്ഞാൽ ദാരിദ്ര്യം. രണ്ടാമത്തത് ഇൻഡെപ്റ്റഡ്നെസ്. അല്ലെ, ഇൻഡെപ്റ്റഡ്നെസ് പറഞ്ഞാൽ കടബാധ്യത. മൂന്നാമത്തത് ലാൻഡ് അലിയനേഷൻ. അല്ലെ, ഭൂമിയിൽ നിന്നുള്ള അന്യവൽക്കരണം. നാലാമത്തത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അല്ലെ, സ്ഥലം മാറിയിട്ടുള്ള കൃഷി, അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അഞ്ചാമത്തത് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷന്. അതുപോലെ ആറാമത്തത് പറയുന്നത് സൈക്കോ സോഷ്യൽ കൾച്ചർ അഡ്ജസ്റ്റ്മെന്റ്, മാനസിക സാമൂഹിക സാംസ്കാരിക പൊരുത്തപ്പെടൽ. ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നോക്കുക, ഒന്നാമത്തത് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർ ദാരിദ്ര്യം നേരിടുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് എന്ത്, ഈ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. അല്ലെ, 1750 അതുപോലെ തന്നെ 1947 ഇടയിൽ വ്യവസായവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ആദിവാസികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആദിവാസികൾക്ക് അവരുടെ ഭൂമിയും ഉപജീവന മാർഗവും ഒക്കെ എന്ത് ചെയ്യാണ്, അതോടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെന്താണ്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് പിന്നെ പോകുന്നത്. അതുപോലെ 2011 സെൻസസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ദരിദ്രരിൽ 25% എന്താണ്, പട്ടികവർഗ്ഗക്കാരാണ്. അല്ലെ, അല്ലെങ്കിൽ ആദിവാസികളാണ് ഉള്ളത്. എന്നാൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അല്ലെ NFHS അനുസരിച്ച് ഇന്ത്യയിലെ പട്ടികവർഗ്ഗക്കാരിൽ എന്താ പറയുക 45.9% വരും എന്താ പറയുക ലോവസ്റ്റ് വെൽത്ത് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണ്. അപ്പോൾ ലോവസ്റ്റ് വെൽത്ത് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണ് ആര്, ഈ ഒരു പട്ടികവർഗ്ഗക്കാരിൽ 45.9% പേരും. അതുപോലെ പട്ടികവർഗ്ഗക്കാരായിട്ടുള്ള യുവാക്കൾക്കിടയിൽ എന്തുണ്ട്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് രൂക്ഷമാണ്. അല്ലെ, തൊഴിലില്ലായ്മ ഉള്ളത് മൂലമാണ് എന്താവുന്നത്, ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് കൊണ്ട് ആദിവാസികൾക്കിടയിൽ എന്തുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അല്ലെ, അതാണ് ഈ ഒരു അവരുടെ പോവർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇൻഡെപ്റ്റഡ്നെസ്. അല്ലെ, കടബാധ്യത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന ഒരു പ്രധാന, എല്ലാ എഴുതുമ്പോഴും ആദ്യം ഈ ഒരു വേർഡ് എഴുതുക. ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കടബാധ്യത. അല്ലെ, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ അഭാവം, വേണ്ടത്ര വിലപേശാനുള്ള കഴിവില്ലായ്മ, അതുപോലെ തന്നെ വിഭവങ്ങളുടെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത എന്താ പറയുക ചെലവുകൾ, അതൊക്കെ എന്താണ് ഗോത്രവർഗ്ഗക്കാരെ കടബാധ്യതാക്കി മാറ്റുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ കടബാധ്യത ആകാനുള്ളത്. അല്ലെ, വിദ്യാഭ്യാസം കുറച്ചുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വിലപേശാനുള്ള കഴിവോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, വിഭവങ്ങളുടെ ലഭ്യത കുറവൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ എന്താണ് രൂക്ഷമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലെ, അങ്ങനെ എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ തൊഴിലുണ്ടെങ്കിലും അവർക്ക് എന്താണ് വളരെ വരുമാനം കുറവായിരിക്കും ഉണ്ടാകുക. അല്ലെ, അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനം എന്തായിരിക്കും, വളരെ കുറഞ്ഞിട്ടുള്ള വരുമാനമാകുമ്പോൾ അവർക്ക് ചെലവ് കൂടുതലും ഉണ്ടാവും, വരുമാനം കുറവും ആകുമ്പോൾ പിന്നെ അവിടെ ദാരിദ്ര്യം അല്ലെങ്കിൽ കടബാധ്യതയൊക്കെ തന്നെയല്ലേ വരിക. അതുപോലെ പണം പലിശക്ക് നൽകുന്നവർ ഈ അവസരം മുതലെടുത്ത് എന്ത് ചെയ്യും, ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി തന്നെ എന്ത് ചെയ്യും, സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കടബാധ്യതയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്താണ് ലാൻഡ് അലിയനേഷൻ. അല്ലെ, ലാൻഡ് അലിയനേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള അന്യവൽക്കരണം. അതായത് ഇന്ത്യയിലെ ആദിവാസികൾ ഇപ്പോഴും അനുഭവിക്കുന്ന
അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഭൂമി അന്യാധീനപ്പെടുക എന്നുള്ളത് അല്ലെ. അവരുടെ ഭൂമി അന്യാധീനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പല സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിഭാഗം ആദിവാസികൾ എന്താണ്, കർഷകരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അവരുടെ നിലനിൽപ്പിന് രണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത്, ഒന്ന് ഭൂമിയും ഒന്ന് വനവും അല്ലെ. അപ്പോൾ ഈ ഭൂമിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തന്നെ ഇന്ത്യയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമായിരുന്നു ഈ ഒരു ഭൂമി അന്യാധീനപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റും പണം പലിശക്ക് നൽകുന്നവരും ബിസിനസ്സുകാരും ഭൂപ്രഭുക്കന്മാരും സമ്പന്നരായിട്ടുള്ള കർഷകരും ഗോത്രവർഗ്ഗക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ താഴേക്കിടയിലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിനും കഴിയില്ല അല്ലെ. അപ്പൊ അവരെ പിന്നെ എന്ത് ചെയ്യും, മുകളിൽ നിൽക്കുന്നവരൊക്കെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആന്ധ്രാപ്രദേശ്, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം ആദിവാസികളുടെ എന്താ പറയാ ഭൂമി കളക്ടറുടെ അനുമതി പോലും ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനാമി കൈമാറ്റത്തിലൂടെയും ആദിവാസികളുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുള്ളവര് സ്വന്തമാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ ഭൂമി എന്ത് ചെയ്യാണ്, അന്യാധീനപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഭൂമി അന്യാധീനപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഒന്നാമത്തെ ഒരു രീതി പറയുന്നത് ഭൂരേഖകളിൽ എന്താണ്, തിരിമറി നടത്തുക അല്ലെ. എന്നിട്ട് ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി എന്ത് ചെയ്യുക, മറ്റുള്ളവർ സ്വന്തമാക്കുക. അതാണ് ഒരു രീതി. രണ്ടാമത് പറയുന്നത് ബിനാമി കൈമാറ്റത്തിലൂടെ ആദിവാസികളുടെ ഭൂമി എന്ത് ചെയ്യുക, പുറത്തുള്ളവരിലേക്ക് പോവുക അല്ലെ. അതേപോലെ മൂന്നാമതാണ് പണം പലിശക്ക് നൽകുന്നവർ പലിശ തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ എന്താണ്, ആദിവാസികളുടെ ഭൂമി സ്വന്തമാക്കുക. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ അവരുടെ ഭൂമി അന്യാധീനപ്പെടുന്നത് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ധാരാളം ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്നും ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് തന്നെയാണ് ഈ ഭൂമി അന്യാധീനപ്പെടൽ എന്ന് പറയുന്നത് തുടരുന്നത്. പിന്നെ നാലാമത്തെ ഒരു പ്രശ്നമാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥലം മാറിയിട്ടുള്ള കൃഷി. അതായത് ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ പിന്തുടരുന്ന പ്രധാന കൃഷി രീതിയാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ 2 മാർക്കിന് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാട്ടോ. അതുപോലെ ഒരു പ്രദേശത്തെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച ശേഷം അവിടെ എന്ത് ചെയ്യുക, മണ്ണിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നത് വരെ കൃഷി ചെയ്യാം. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, മറ്റൊരു പ്രദേശത്തേക്ക് കൃഷി ചെയ്യാനായിട്ട് നീങ്ങുക. ഇങ്ങനത്തുള്ള കൃഷി രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയാം അല്ലെ. അതായത് ഒരു പ്രദേശത്തുള്ള മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് അവിടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത എത്രത്തോളം നഷ്ടപ്പെടുന്നു അതുവരെ അവിടെ കൃഷി ചെയ്യുക. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മാറിയിട്ട് മറ്റൊരു പ്രദേശത്ത് പോയിട്ട് കൃഷി ചെയ്യുക. ഇങ്ങനെ കൃഷി ചെയ്ത് നീങ്ങുന്ന ഈ ഒരു രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് പകരം കൊണ്ടുവന്നിട്ടുള്ള കൃഷി രീതികൾ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിൽ നിന്നും യന്ത്രവൽകൃത കൃഷി രീതിയിലേക്കൊക്കെ മാറിയപ്പോൾ മണ്ണിന്റെ ഫലഭൂഷ്ഠത എന്ത് ചെയ്തു, നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ പുതിയ കൃഷി രീതിക്കൊക്കെ ഒരുപാട് കാലാവസ്ഥയുമായിട്ട് ബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ എന്തുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഗോത്രവർഗ്ഗക്കാരെ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ധാരാളം ആദിവാസികൾ എന്താണ്, ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രീതി തന്നെയാണ് പിന്തുടരുന്നത്. അതുപോലെ തന്നെ വനനശീകരണം, മണ്ണൊലിപ്പ്, ജൈവ വൈവിധ്യങ്ങളുടെ നാശം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന രീതിയെ കുറ്റപ്പെടുത്തുന്നത് അല്ലെ ഗവൺമെന്റ് ഒക്കെ. പക്ഷെ ഇന്ത്യയിലെ ചില ആദിവാസികൾക്ക് എന്താണ്, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് ഈ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രീതിയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ എന്താണ്, അവർക്കത് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഡീപ്ലേസ്മെന്റ് ആൻഡ് റീഹാബിറ്റേഷൻ അല്ലെ. ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ എന്താണ്, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു എന്താ പറയാ, മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നത് അവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അല്ലെ. ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ അവരെവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ ആ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കും. അത് അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ ഡാം നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഹൈവേ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഫാക്ടറി നിർമ്മിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇന്ത്യയിലെ ആദിവാസികൾ എന്ത് ചെയ്യും, അവർ എന്താ പിന്നെ ഭൂമിയിൽ നിന്നും മാറ്റി താമസിപ്പിക്കാറുണ്ട് അല്ലെ. അവിടെ ആ ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളവരെന്ത് ചെയ്യും, അവിടുന്ന് മാറ്റിയിട്ട് താമസിപ്പിക്കും. അതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ 4291 ഡാമുകൾ നിർമ്മിക്കപ്പെട്ടു അല്ലെ. 4291 ഡാമുകളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ വികസനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ഈ ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആദിവാസികൾ എന്ത് ചെയ്യലുണ്ട്, അവരുടെ ഭൂമിയും ഉപജീവന മാർഗമൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യൂല, നടത്തിയിട്ടുമില്ല. അതുപോലെ വികസനത്തിന്റെ പേരിൽ ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെട്ടവരായിട്ട് ഈ ആദിവാസികൾ മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു പ്രശ്നമാണ് സൈക്കോ സോഷ്യോ കൾച്ചറൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. എന്താ പറയുന്നത്, മാനസിക സാമൂഹ്യ സാംസ്കാരിക പൊരുത്തപ്പെടൽ എന്ന്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള തലങ്ങൾ പുറത്തു കണ്ടുവരുന്ന പുതിയ പഠനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതാണ് ഒന്ന് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും പുതിയ വികസന പദ്ധതികളുടെ
ഭാഗമായിട്ടൊക്കെ ആദിവാസികൾക്ക് അവരുടെ സ്വത്വവും അതുപോലെ തന്നെ ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുക, അതുപോലെ സ്വന്തം മതവും സംസ്കാരവും നഷ്ടപ്പെടുന്നു എന്നതും ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ആദിവാസികളെ അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ പറിച്ചു നട്ടതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവർ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ എന്താ പറയുക മനസ്സിലുള്ള സംഘർഷം എന്നീ മാനസിക പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കാൻ തുടങ്ങി. അതുപോലെ ആദിവാസികൾക്ക് അവരുടേതായിട്ടുള്ള പരമ്പരാഗത രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ദേശീയ രാഷ്ട്രീയ വരുമാനമൊക്കെ എന്താണ്, ജനാധിപത്യ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനമായിട്ട് ഒന്നിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അടുത്ത പോയിന്റുകൾ എന്തായാലും ഒന്നും കൂടെ എടുത്തു പഠിക്കുക. ഒന്ന് പറയുന്നത് പോവർട്ടി, ദാരിദ്ര്യം, രണ്ടാമത്തത് ഇൻഡപ്റ്റ്നസ്, കടബാധ്യത, മൂന്നാമത്തത് ലാൻഡ് അലിയനേഷൻ, നാലാമത്തത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അഞ്ചാമത്തത് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ആറാമത്തത് സൈക്കോ സോഷ്യോ കൾച്ചറൽ അഡ്ജസ്റ്റ്മെന്റ്. ഈ 6 പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ട്രൈബൽ വെൽഫെയർ പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ചോദിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയും വന്നിട്ടുണ്ട്, റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ വെൽഫെയർ പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എങ്ങനെ വന്നാലും എഴുതേണ്ട ഭാഗമാണ് ഇനി പറയുന്നത്. അതായത് പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അതുപോലെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വ്യവസ്ഥകളുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 342 എന്ത് ചെയ്യുന്നുണ്ട്, പട്ടികവർഗ്ഗക്കാർ ആരാണെന്നും അവർക്കുള്ള അവകാശങ്ങളൊക്കെ ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് 342 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരെ പട്ടിക വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങളായിട്ട് കണക്കാക്കാമെന്ന് ആർട്ടിക്കിൾ 366 എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 5ാം പട്ടികയിൽ ഗിരിവർഗ്ഗക്കാരും അതുപോലെ തന്നെ ആദിവാസികളുടെയും ക്ഷേമവും സംരക്ഷണവും മുൻനിർത്തിയിട്ട് ചില പ്രദേശങ്ങളൊക്കെ ഗിരിവർഗ മേഖലകളായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. 5ാം പട്ടികയിൽ, ഭരണഘടനയുടെ 5ാം പട്ടികയിൽ ഗിരിവർഗ്ഗക്കാരും അതുപോലെ തന്നെ ആദിവാസികളുടെയും ക്ഷേമവും സംരക്ഷണവും മുൻനിർത്തിയിട്ട് ചില പ്രദേശങ്ങളൊക്കെ ഗിരിവർഗ മേഖലകളായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രദേശത്തെ ഗിരിവർഗ മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ. ഒരു പ്രദേശത്തെ ഗിരിവർഗങ്ങൾ അല്ലെങ്കിൽ ഗിരിവർഗ മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ് അത് ചെയ്യുന്നത്. അതുപോലെ ഒറീസ, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാന്, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഗിരിവർഗ മേഖലകളുള്ളത് അല്ലെ. അപ്പോൾ ഗിരിവർഗ മേഖലകളുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒറീസ, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഗിരിവർഗ മേഖലകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഗിരിവർഗക്കാരുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തുടക്കമിട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ 1874 ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് ആക്ട് ഇതിൽ എന്താണ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ 1935 ഗിരിവർഗ മേഖലയുടെ മേൽനോട്ടം ഗവർണർക്ക് കീഴിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ഘട്ടത്തിൽ തന്നെ ഗിരിവർഗ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രത്യേക ശ്രദ്ധ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയിൽ ഗോത്രവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 പട്ടികവർഗക്കാർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ആർട്ടിക്കിൾ 29. അതേപോലെ ആർട്ടിക്കിൾ 46 വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ട് രാഷ്ട്രം അവരെന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 350 പറയുന്നത് ഭാഷ, സംസ്കാരം, ലിപി എന്നിവ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 350. അതേപോലെ ആർട്ടിക്കിൾ 23 പറയുന്നത് മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ എന്നിവയൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 24 പറയുന്നത് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 330 പട്ടികവർഗക്കാർക്ക് ലോകസഭയിൽ സീറ്റുകൾ സംവരണം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 330 പറയുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 337 പറയുന്നത് പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റുകൾ സംവരണം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ആർട്ടിക്കിൾ 337 എന്താണ്, പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിലൊക്കെ
സീറ്റ് സംവരണം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 337 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 243 പറയുന്നത് പഞ്ചായത്തുകളിലെ സീറ്റുകൾ സംവരണം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 164 പറയുന്നത് ഗോത്രവർഗത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്താൻ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ വകുപ്പ് മന്ത്രി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164 എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവരുടെ എന്താ പറയാ വ്യവസ്ഥകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളുകൾ ഇതൊക്കെയാണ് ഉള്ളത്. അതുപോലെ പിന്നെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വരുന്നുണ്ട്. ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും ഉതകുന്ന നിരവധി പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട് അല്ലെ. 4 തരം വ്യവസ്ഥകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണത് നോക്കാം. ഒന്നാമത്തത് പ്രൊട്ടക്റ്റീവ് പ്രൊവിഷൻസ്, രണ്ടാമത്തത് ഡെവലപ്മെന്റ് പ്രൊവിഷൻസ്, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്, നാലാമത്തത് റിസർവേഷൻ പ്രൊവിഷൻസ്. അപ്പൊ എന്താണ് പ്രൊട്ടക്റ്റീവ് പ്രൊവിഷൻസിൽ പറയുന്നത്? അതിൽ പറയുന്നത് സാമൂഹ്യ വിവേചനത്തിൽ നിന്നുള്ള അതുപോലെ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് പ്രൊട്ടക്റ്റീവ് പ്രൊവിഷൻസിൽ പറയുന്നത്. രണ്ടാമത്തത് ഡെവലപ്മെന്റൽ പ്രൊവിഷൻസ്, അതിൽ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഉന്നമനമാണ് പറയുന്നത്. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്, അതിൽ ഗിരിവർഗ മേഖലയുടെ വികസനത്തെ പറ്റിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസിൽ പറയുന്നത്. നാലാമത്തെ റിസർവേഷൻ പ്രൊവിഷൻസ്, അതിൽ തൊഴിൽ മേഖലകളിൽ ജനപ്രതിനിധി സഭകളിലേക്കുള്ള സംവരണത്തെ കുറിച്ചിട്ടാണ് റിസർവേഷൻ പ്രൊവിഷൻസിൽ പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ചോദിച്ചാൽ എഴുതേണ്ട ഭാഗങ്ങൾ. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ അല്ലെ, അല്ലെങ്കിലോ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയും ചോദിക്കാം, അതല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ഇന്ത്യയിൽ ഗോത്രവർഗ്ഗക്കാർ ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലായിട്ടാണ് താമസിക്കുന്നത് അല്ലെ. ഇന്ത്യയിലെ ഗിരിവർഗ സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നിരവധി നരവംശ ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ജനസംഖ്യയിൽ 8.60% വരുന്ന ആദിവാസി വിഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. എന്താണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, രണ്ടാമത്തത് ഈസ്റ്റേൺ ഇന്ത്യ, മൂന്നാമത്തത് സെൻട്രൽ ഇന്ത്യ ട്രൈബ്, നാലാമത്തതാണ് വെസ്റ്റേൺ റീജിയൻ. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രദേശമാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അല്ലെ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് മിസോറാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, ആസാം, മണിപ്പൂർ, സിക്കിം, ത്രിപുര, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളൊക്കെ അടങ്ങുന്നതാണ് എന്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ പറയുന്നത് അല്ലെ. അതേപോലെ ഈ പ്രദേശത്ത് എന്താണ് വലിയൊരു വിഭാഗം ജനങ്ങളും ഗോത്ര വിഭാഗക്കാരാണ് ഉള്ളത് അല്ലെ. ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടെ എന്താ പറയാ വലിയൊരു വിഭാഗം ആളുകളായിട്ട് ഉള്ളത്. അതുപോലെ ഈ പ്രദേശത്ത് 145-ലധികം ഗോത്രവർഗ്ഗക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ 75 ഗോത്ര വിഭാഗങ്ങൾ 5000-ലേറെ അംഗങ്ങളുള്ള വലിയ ഗ്രൂപ്പുകളായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം എന്താണ് ഗോത്രവർഗ്ഗക്കാര് ആണ്. അതുപോലെ മിസോറാമിലെ ജനസംഖ്യയിൽ 94%-ലേറെ ആരാണ് ഗോത്രവർഗ്ഗ വിഭാഗക്കാരാണ് ഉള്ളത്. അതാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ രണ്ടാമത്തതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റേൺ ഇന്ത്യ അല്ലെ. ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നതോ അവിടെ അത് പറയുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ്, ഒറീസ ഈ സംസ്ഥാനങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഈസ്റ്റേൺ ഇന്ത്യ പറയുന്നത് അല്ലെ. അതുപോലെ ഈ പ്രദേശങ്ങളിൽ എന്താണ് വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ തേടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ഈ പ്രദേശങ്ങളിൽ എത്തുന്നത് ഇവിടുത്തെ ആദിവാസികൾക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ആദിവാസികൾക്ക് അവരുടെ ഭൂമിയൊക്കെ അന്യാധീനപ്പെടലുണ്ട് അല്ലെ. എന്താ പറയുക ലാൻഡ് അലിയനേഷൻ ഒക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഗോണ്ട്, അതുപോലെ തന്നെ സാന്താള്, ജോങ്, ബെർഹോസ് എന്നിവയൊക്കെ എന്താണ് ഒറീസയിലെ പ്രധാനപ്പെട്ടുള്ള ആദിവാസികളാണ്. അപ്പോൾ ഒറീസയിലെ പ്രധാനപ്പെട്ട ആദിവാസികളാണ് ആരൊക്കെ? ബെർഹോസ്, ഗോണ്ട്, സാന്താള്, ജോങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സാന്താള്, മുണ്ട, അതുപോലെ തന്നെ ബെർഹോസ്, കോർവ, ലാപ്ച എന്നിവയൊക്കെ എന്താണ് പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. അതുപോലെ ബഞ്ചാര, ബെർഹോസ്, കോർവ, മുണ്ട ഇതൊക്കെ ബീഹാറിലെ പ്രധാന ആദിവാസികളാണ്. അപ്പോൾ ഒറീസയിലുള്ളതാണ് ആരൊക്കെ? ബിർഹോസ്, അതുപോലെ തന്നെ ഗോണ്ട്, അതുപോലെ സാന്താള്, ജോങ്. അതുപോലെ പശ്ചിമ ബംഗാളിലാണെങ്കിലോ സാന്താള്, മുണ്ട, ബിർഹോസ്, കൊർവ, ലാപ്ച. അതുപോലെ ബീഹാറിലാണെങ്കിലോ ബഞ്ചാര, ബിർഹോസ്, കോർവ, മുണ്ട ഇവരൊക്കെ ബീഹാറിലുള്ള ആദിവാസി ഗോത്രങ്ങളാണ്. അതുപോലെ ഇനി അടുത്തതാണ് സെൻട്രൽ ഇന്ത്യ ട്രൈബൽ അല്ലെ. സെൻട്രൽ ഇന്ത്യ ട്രൈബൽ മധ്യപ്രദേശ് മുതൽ ഛത്തീസ്ഗഡ് വരെ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് മധ്യ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് അല്ലെ, അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ ട്രൈബിൽ ഉൾപ്പെടുന്നത്. ഈ
ഈ പ്രദേശത്ത് എന്താണ് ധാരാളം ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലെ. ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ മധ്യപ്രദേശ് മുതൽ ഛത്തീസ്ഗഡ് വരെ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യ ഇന്ത്യയിൽ. അതുപോലെ ഇവിടെ ഉള്ളത് കോർബ, മാരിയ, ഗോണ്ട്, അതുപോലെ തന്നെ ഹാൽബ, മുരിയ, ഇതൊക്കെയാണ് ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? കോർബ, മാരിയ, മുരിയ, അതുപോലെ തന്നെ ഗോണ്ട്, ഹാൽബ, ഇവരൊക്കെയാണ് എവിടുത്തത് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പ്രധാനപ്പെട്ടിട്ടുള്ള ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ എന്താണ് പ്രാകൃത ഗോത്രവർഗക്കാരാണ് ബൈഗ എന്ന വിഭാഗം അല്ലെ. മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയൊക്കെ പ്രാകൃത ഗോത്ര വിഭാഗങ്ങൾ പറയുന്ന പേരാണ് ബൈഗ എന്ന് പറയുന്നത്. അതുപോലെ ഗോത്രവർഗങ്ങൾ ദാരിദ്ര്യം, രോഗം, വിള നശിക്കല്, പ്രകൃതി ദുരന്തങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ധാരാളം ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ ഒരു സെൻട്രൽ ട്രൈബൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത നാലാമത്തതാണ് വെസ്റ്റേൺ റീജിയൻ അല്ലെ. വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത് ഗുജറാത്ത്, രാജസ്ഥാന്, ദിയു, നാഗർ ഹവേലി, മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങൾ അടങ്ങുന്ന ഭാഗത്തെയാണ് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. ഗുജറാത്ത്, രാജസ്ഥാന്, അതുപോലെ തന്നെ ദാമൻ ദിയു, അതുപോലെ തന്നെ നാഗർ ഹവേലി, അതുപോലെ മഹാരാഷ്ട്ര ഒക്കെ അടങ്ങുന്ന ഭാഗത്തെയാണ് വെസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലും എന്താണ് ധാരാളം ആദിവാസികൾ അധിവസിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉള്ളത് ഗറാസിയ, മീണ, സഹാറിയ, ദമോർ എന്നിവയൊക്കെയാണ് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ. അതുപോലെ തന്നെ ബുൻജിയ, ദോഡിയ, ഗോണ്ട്, ക്രിയ, ഓവറോൾ എന്നിവയൊക്കെ എന്താണ് മഹാരാഷ്ട്രയിലെ പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ ആരൊക്കെയാണ്? ബുൻജിയ, ദോഡിയ, അതുപോലെ ഗോണ്ട്, ക്രിയ, ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത്. അതായത് കമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാലൊക്കെ എഴുതേണ്ട ഒരു ഭാഗമാണ് ഇത്. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ട്രൈബൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലെ. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് പറഞ്ഞപ്പോൾ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ അതിൽ മുണ്ട ട്രൈബിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ പിന്നെ സാന്താൾ റിബല്യനെ കുറിച്ചിട്ടും, അതുപോലെ പിന്നെ മുത്തങ്ങ അഗിറ്റേഷനെ കുറിച്ചിട്ടും ഒക്കെ അതിൽ വിശദമായിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.